ബഷീറാക്കാനെ കണ്ടങ്ങൾക്ക് ഒരു 36 വയസ്സ് തോന്നിക്കെങ്കിലും 50 വയസ്സിൻ്റെ മുകളിലുണ്ട്. എന്നെക്കാളും പ്രായമുണ്ട് ബഷീറാക്കാക്ക്. പക്ഷേ യങ്ങാണ് ഈ ടീമിലെ ഏറ്റവും എനർജറ്റിക്. ഞങ്ങൾ വിട പറയുകയാണ്. കഴിഞ്ഞ 5-6 വർഷമായിട്ട് ബേയ്മെൻറ്റ് പ്രവർത്തിച്ചിരുന്നത് ഇവിടെയാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം ടൈമും ഇവിടെയാണ് ഞങ്ങൾ ചെലവഴിച്ചിട്ടുള്ളത്. രാവിലെ 9 മണിക്ക് വന്ന് വൈകിട്ട് 8 മണിക്കും 9 മണിക്കും ചിലപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് പോവാറുള്ളത്. അപ്പോൾ ഈ പരിസരത്തോടെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യാണ്, വിട പറയുകയാണ്. പോകുന്നത് വലിയൊരു ബിൽഡിങ്ങിലേക്കാണ്. അപ്പോൾ നിങ്ങളോട് പറയാതെ ഇവിടെ നിന്ന് വിട പറയുക എന്നുള്ളത് നിങ്ങളോട് കാണിക്കുന്ന നന്ദികേടായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ബേയ്മെൻറ്റിന് കേരളത്തിലെ 4 ജില്ലകളിൽ ഷോറൂമുണ്ട്. ഇവിടെ വരുന്ന ഓരോ കസ്റ്റമറും ഞങ്ങളോട് പറയാറുണ്ട് ഇവിടെ സൗകര്യം കുറവാണ്, പാർക്കിംഗ് സൗകര്യം കുറവാണ്. അങ്ങനെ അവരുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഞങ്ങൾ മുഖവിലക്കെടുത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ടീം അംഗങ്ങൾ എവിടേക്കാണ് മാറുന്നത്, എങ്ങോട്ടാണ് മാറുന്നതൊക്കെ ഞാൻ പിന്നീട് വീഡിയോയിൽ കാണിക്കും. ബേയ്മെൻറ്റിൻ്റെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ നിങ്ങളാണ്. നിങ്ങളുടെ ഈ വീഡിയോ വരെ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുകയും ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്ന് നിങ്ങൾ വാങ്ങിയ ഓരോ പ്രൊഡക്റ്റുകളും ഞങ്ങൾക്ക് വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എൻ്റെ കൂടെയുള്ള ടീം അംഗങ്ങൾ. 10 വർഷത്തിൽ കൂടുതലായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീം അംഗങ്ങളുണ്ട്. കുറച്ച് ലോങ് ആയിരിക്കും ഇന്നത്തെ വീഡിയോ, എന്നാലും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ ബിൽഡിങ്ങിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ടീം അംഗങ്ങൾ അതിൻ്റെ ചർച്ചയിലാണുള്ളത്. ഓരോരുത്തരെയും നിങ്ങൾക്കായിട്ട് നമ്മൾ പരിചയപ്പെടുത്തി തരാം. വരി. അപ്പോൾ എല്ലാവരും ചർച്ചയിലാണല്ലേ. 10 വർഷത്തിൽ കൂടുതലായിട്ട് എൻ്റെ കൂടെ ഉണ്ട് നമ്മളെ YCP. ഞങ്ങൾ YCP എന്നാണ് ഇവരൊക്കെ പറയാം. യൂസഫ് CP എന്നാണ് പേര്. കരേക്കാടാണ് വീട്. 10 വർഷത്തിലധികമായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമാണ്. കരേക്കാടാണ് അദ്ദേഹത്തിൻ്റെ വീട്. 10 വർഷത്തിൽ കൂടുതൽ അദ്ദേഹം എൻ്റെ കൂടെയും ബേയ്മെൻറ്റിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ അദ്ദേഹത്തിന് ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്കറിയാലോ, അദ്ദേഹത്തിന് ക്വാളിറ്റി ഉണ്ട്, ബേയ്മെൻറ്റിനും ക്വാളിറ്റി ഉണ്ടാവുകൊണ്ടാണ് ആ 10 വർഷം അദ്ദേഹം പൂർത്തീകരിച്ചത്. 10 വർഷം പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഞങ്ങൾ ആദരങ്ങളൊക്കെ കൊടുത്തിരുന്നു, ഞങ്ങൾ ടീം അംഗങ്ങൾ. പിന്നെ നമ്മളെ കൂടെ ഉണ്ട് 8 വർഷമായിട്ടുള്ളതാണ് നമ്മളെ ബഷീറാക്കാനെ കണ്ടങ്ങൾക്ക് ഒരു 36 വയസ്സ് തോന്നിക്കെങ്കിലും 50 വയസ്സിൻ്റെ മുകളിലുണ്ട്. എന്നെക്കാളും പ്രായമുണ്ട് ബഷീറാക്കാക്ക്. പക്ഷേ യങ്ങാണ് ഈ ടീമിലെ ഏറ്റവും എനർജറ്റിക് ആയിട്ട് യങ്ങായിട്ട് ഈ ടീമിനെ ലീഡ് ചെയ്യുന്നത് ബഷീർക്കയാണ്. ബഷീർക്ക 8 വർഷമായിട്ട് നമ്മളെ കൂടെ ഉണ്ട്. നമ്മുടെ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ബഷീർക്ക വർക്ക് ചെയ്യണത്. പിന്നെ അടുത്തത് ഷഫീറാണ്. കൊപ്പത്താണ് വീട്. കഴിഞ്ഞ 5 വർഷമായിട്ട് ബേയ്മെൻറ്റിൻ്റെ കൂടെ ഉണ്ട്. ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടാണ് ഷഫീർ വന്നത്. ഇന്ന് എന്നെയും ബേയ്മെൻറ്റിനെയും ടീം അംഗങ്ങളെയും മാനേജ് ചെയ്യുന്ന മാനേജറാണ് ഷഫീർ. ആ ഒരു ക്വാളിറ്റിയിൽ ഷഫീർ വളർന്നിട്ടുണ്ട്. ഇത് നിയാസ് 5 വർഷമായിട്ട് ബേയ്മെൻറ്റിൻ്റെ കൂടെ ഉണ്ട്. ബജാജ് ഫിൻസർവിൽ വർക്ക് ചെയ്യായിരുന്നു. അവിടെ നിന്നാണ് ബേയ്മെൻറ്റിലേക്ക് വന്നത്. അങ്ങനെ പിന്നെ ബേയ്മെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹമാണ് ലീഡ് ചെയ്തിരുന്നത്. ഒരു ഘട്ടത്തിൽ ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് പോയി. പിന്നെ കണ്ടിട്ട് ഞാൻ ഷോപ്പിൽ വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ കറങ്ങി നടക്കുന്നത് വെച്ചപ്പോൾ എനിക്ക് സെയിൽസിൽ കയറണം എന്ന് പറഞ്ഞ്, അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ മീഡിയമായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാണ് നിയാസ്. പിന്നെ ഇത് അബ്ദുസമദ് വെണ്ടല്ലൂരാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. പിന്നെ ഒരു ഉസ്താദും കൂടിയാണ്. മദ്രസ വിട്ട് കഴിഞ്ഞാൽ ബേയ്മെൻറ്റിൽ വരും. ബേയ്മെൻറ്റിൻ്റെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യണത്. പിന്നെ അദ്ദേഹം നല്ല ഒരു എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ്. പിന്നെ നമ്മളെ കൂടെ ഉള്ളത് നൗഫലാണ്. ഞാനും നൗഫലെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-20 വർഷത്തോളം പരിചയമുണ്ട്. പിന്നെ പ്രവാസ ജീവിതം വിരമിച്ച് വന്നപ്പോൾ എന്തെങ്കിലും ജോലി ഉണ്ടോ സർഫാക്കാന്ന് ചോദിച്ച് അങ്ങനെ 3 വർഷമല്ലേ 3 വർഷമായിട്ട് നമ്മളെ കൂടെ ഉണ്ട്. ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് നൗഷാദ് ആദവനാടാണ് വീട്. നൗഷാദ് എത്രയായി? 2 വർഷം. 2.5 വർഷമായിട്ട് നൗഷാദും നമ്മളെ കൂടെ ഉണ്ട്. ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് നൗഷാദും വർക്ക് ചെയ്യണത്. പിന്നെ ഇത് ഷിബിൻ നമ്മളെ ഒരു വർഷത്തോളമായിട്ട് നമ്മളെ കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ആൾ വളരെ സൈലൻ്റ് ആയിരുന്നു. ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് നമ്മളെ ടീം അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അദ്ദേഹം വർക്ക് ചെയ്യണത്. പിന്നെ ഇത് ഷഹീദ് ഒരു 3-4 മാസമായിട്ട് നമ്മളെ കൂടെ ഉണ്ട്. പിന്നെ കൽപ്പകഞ്ചേരിയാണ് വീട്. അക്കൗണ്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യണത്. അബൂബക്കർ ഇർഫാനി കാളിയാല കാവുമ്പുറത്താണ് വീട്. ബേയ്മെൻറ്റിൻ്റെ ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യണത്. ഏകദേശം 2 വർഷം മുമ്പ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇടക്കാലത്തൊന്ന് പോയി. ഇപ്പോൾ വീണ്ടും നമ്മുടെ കൂടെ തന്നെ ജോയിൻ ചെയ്തതാണ്.
പിന്നെ പ്രധാനപ്പെട്ട ഒരു ടീമുണ്ട്, ബേയ്മെൻറ്റിനെ സ്വന്തം സ്ഥാപനമായിട്ട് കാണുന്ന ഒരുപാട് ആളുകൾ. അവരുടെ വീട്ടിലോ അതുപോലെ തന്നെ കുടുംബത്തിലോ അയൽക്കാരിലോ കൂട്ടുകാരിലോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ ബേയ്മെൻറ്റിലേക്ക് കൊണ്ടുവന്ന് സാധനം വാങ്ങിപ്പിക്കുന്ന നിഷ്കളങ്കരായ ഒരുപാട് പേരുണ്ട്. അവരെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് സാധനം തന്ന സപ്ലയർമാർ, അത് ഇറക്കുന്ന ചുമട്ട് തൊഴിലാളികൾ, അത് ഡെലിവറി ചെയ്യുന്ന ഡ്രൈവർമാർ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ബേയ്മെൻറ്റിൻ്റെ വളർച്ചയ്ക്ക് പിന്നിലുണ്ട്. ഓരോരുത്തരോടും ഞങ്ങൾക്ക് ഹൃദ്യമായ കടപ്പാടും നന്ദിയും ഉണ്ട്. അതുപോലെ തന്നെ ഒരാളെയും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്ട്. ഒന്നിട്ട് വന്നേ. പിന്നെ ഇയാളെ പരിചയപ്പെടുത്താതെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ഒരിക്കലും പറ്റില്ല. എൻ്റെ വീഡിയോ എല്ലാം എടുക്കുന്നത് എഡിറ്റ് ചെയ്യുന്നത് ഒക്കെ പിന്നെ ഹിസാമാണ്. കൊപ്പത്താണ് വീട്. 1 വർഷമായിട്ട് നമ്മളെ കൂടെ ഉണ്ട്. ഇനിയും ഒരുപാട് കാലം നമ്മുടെ കൂടെ ഉണ്ടാകും തന്നെയാണ് നമ്മൾ പ്രതീക്ഷ. വളാഞ്ചേരി ബേയ്മെൻറ്റിൻ്റെ ബാക്കിൽ ഇവരാണ്. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ബേയ്മെൻറ്റ് എവിടെ എത്തൂല. ഈ ടീമിൻ്റെ അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ കട്ട സപ്പോർട്ടാണ് ബേയ്മെൻറ്റിനെ ഇത്രമാത്രം വളർത്തുന്നത്. അപ്പോൾ പുതിയ ബിൽഡിങ്ങും വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണിച്ചു തരാം. ഇവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാണ്ട്. വീഡിയോ ലോങ് ആവുന്നുണ്ട്, ഇന്ന് നമ്മൾ കട്ട് ചെയ്യാണ്. നാളെ ഇവരുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തരായിട്ടും ബേയ്മെൻറ്റിൻ്റെ എക്സ്പീരിയൻസും അനുഭവങ്ങളും നിങ്ങളോട് പറയാനുണ്ടാവും.